HPCL പ്ലാന്റിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ പ്ലാന്റിൽ കയറി വെടിവെച്ചു കൊന്നു. പിടിയിലായത് കരിമ്പട്ടികയിൽപ്പെട്ട കരാറുകാരൻ. കൊല്ലപ്പെട്ടത് എത്തനോൾ പ്ലാന്റിലെ ജനറൽ മാനേജറും അസിസ്റ്റന്റ് ജനറൽ മാനേജറും. ഉത്തർപ്രദേശിലെ ബുദൌനിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ എത്തനോൾ പ്ലാന്റിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. പ്ലാന്റിലെ ജനറൽ മാനേജർ സുധീർ കുമാർ ഗുപ്ത 58 വയസ്സാണ്. അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഹർഷിത് മിശ്ര 34 വയസ്സ്. ഈ രണ്ടുപേരെയാണ് അയാൾ വെടിവെച്ചു കൊന്നത്. പ്രതിയുടെ പേര് അജയ് പ്രതാപ് സിംഗ്. നേരത്തെ ഈ പ്ലാന്റിലെ കരാറുകാരനായിരുന്നു ഇയാൾ. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജോലി നഷ്ടമായതിലെ വിരോധം അതാണ് ആ രണ്ട് ജീവനൊടുക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചത്. ജനറൽ മാനേജർ സുധീർ കുമാർ ഗുപ്ത ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചില ജീവനക്കാരെ പിരിച്ചുവിടാനും ഒപ്പം ക്രമക്കേട് നടത്തിയ വെണ്ടർമാരെ അല്ലെങ്കിൽ കരാറുകാരെയൊക്കെ കരിമ്പട്ടികയിൽ പെടുത്തി ഒഴിവാക്കാനും തീരുമാനമെടുത്തു. അങ്ങനെ കരാർ നഷ്ടമായ ആളുകളിൽ ഒന്നാണ് ഈ പ്രതി അജയ് പ്രതാപ് സിംഗ്. പിരിച്ചുവിട്ടതിന് ശേഷം ജനറൽ മാനേജറോട് പലതവണ ഇയാൾ ദേഷ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ഇയാൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഈ ജനറൽ മാനേജർ ഗുപ്തയുടെ കാറ് ഇയാൾ ആക്രമിച്ചു. അങ്ങനെ കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി സംഭവം നടന്ന വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോടുകൂടി ഇയാൾ ഫാക്ടറിയിലെത്തി. സുരക്ഷാ ഗേറ്റും കടന്ന ഈ ഗുപ്ത ഉണ്ടായിരുന്ന കോൺഫറൻസ് റൂമിൽ പ്രവേശിച്ചു. സുധീർ കുമാർ ഗുപ്തയ്ക്ക് നേരെ കയ്യിൽ കരുതിയിരുന്ന പിസ്റ്റൽ കൊണ്ട് വെടിയുതിർക്കുകയായിരുന്നു. അത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് അസിസ്റ്റന്റ് ജനറൽ മാനേജറായിട്ടുള്ള ഹർഷിത് മിശ്രയ്ക്ക് വെടിയേൽക്കുന്നത്. രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചുവെന്നാണ് പ്ലാന്റിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. जहाँ पर जो यहाँ के ऑफिसर्स थे उनके द्वारा मीटिंग की जा रही थी ऑफिस में, वहाँ पर एक व्यक्ति आता है जो कि यहाँ पहले वेंडर का काम करता था, बाहर कर दिया गया था. उसके द्वारा आकर फायर किया गया जिसपे 2 लोगों को गोली लगी. तत्काल जो है इनको अस्पताल भेजा गया जहाँ इनकी मृत्यु हो गई है. जिसके द्वारा फायरिंग की घटना की गई थी उसको गिरफ्तार करके अग्रिम कार्रवाई की जा रही है. ജനുവരി 13-ാം തീയതിയാണ് ഈ മരണം സംഭവിച്ച ജനറൽ മാനേജർ ഗുപ്തയ്ക്ക് നേരെ ആദ്യ ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. അന്നും ഈ പ്ലാന്റ് പരിസരത്തേക്ക് ഇയാൾ അതിക്രമിച്ചു കയറി. വ്യാഴാഴ്ചത്തെ സംഭവവുമായി ഈ ജനുവരി 13-ലെ സംഭവങ്ങൾക്ക് വളരെ സാമ്യമുണ്ട് എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉദ്യോഗസ്ഥർ അത് നേരിൽ കണ്ടതാണ്. പോലീസിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. तो हम गाड़ी करके पहुंचे, पीलीभीत से निकल रहे थे तो हमें पता चला, इनने बताया कि गोली मार दी गई है, 2 लोग इंजर्ड हैं. और रही राजीव जी की बात, तो राजीव जी कोई HPCL के बहुत बड़े अधिकारी हैं, उनसे जातिवादी भी वो रखते थे. ये सुधीर गुप्ता जी जो तो मुख्य महाप्रबंधक HPCL CVG प्लांट सैजनी के जो मुख्य महाप्रबंधक थे, ये इनसे इतना प्रताड़ित हो गए थे कि अपनी सर्विस रिजाइन कर दी इन्होंने और इसी 1 तारीख में वो यहाँ से रिलीज भी हो जाते हैं. ये राजीव जी परसों आए थे, आज मर्डर हो गए. जिस समय ये मर्डर हुआ उस समय ये सारे अधिकारी वहीं थे. पक्ष ये है कि ये अगर गोली मारी तो 2 अधिकारियों क्यों मारी? गोली मारने जो हमला होगा तो सारे अधिकारी मारे जाएंगे, वरना 2 नहीं मारे जाते. തനിക്ക് ഗുണ്ടാബന്ധമുണ്ട്, സൂക്ഷിച്ചോളാൻ പലവട്ടം ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഗുണ്ടാബന്ധമുള്ള ആളാണ് താനെന്ന് ഈ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതിനൊപ്പം തന്റെ ശരീരത്തിലെ ഈ കത്തി കൊണ്ട് മുറിവേറ്റ പാടുകളൊക്കെ ഇയാൾ കാട്ടി ഭീഷണിപ്പെടുത്തുമായിരുന്നു. ജനുവരി 14-ാം തീയതി ഇയാൾ വീണ്ടും ആ പ്ലാന്റിൽ കയറി ഭീഷണി മുഴക്കി. ലൊക്കേഷൻ ഇൻചാർജിന്റെ ഓഫീസിലെത്തി അസഭ്യം പറയുകയും ചെയ്തു. അങ്ങനെ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള അത്യന്തം ഗൗരവമുള്ള സ്ഥലമായിട്ട് പോലും ഈ പരാതികളിൽ FIR രജിസ്റ്റർ ചെയ്തില്ല എന്നാണ് ആക്ഷേപം. ഒടുവിൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഇടപെടലിനെ തുടർന്ന് ഫെബ്രുവരി 4-ാം തീയതിയാണ് ഒടുവിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. പോലീസിന്റെ പിടിയിലായ ശേഷവും പ്രതി അതിക്രമം കാട്ടി. വെടിവെക്കാൻ ഉപയോഗിച്ച ആ പിസ്റ്റൾ ഈ പ്രതി ഉപേക്ഷിച്ചിരുന്നത് ഒരു വനപ്രദേശത്താണ്. അത് വീണ്ടെടുക്കാൻ ഇയാളുമായി ആ സ്ഥലത്തെത്തി പോലീസ്.
ഈ പിസ്റ്റൾ വീണ്ടെടുത്ത പ്രതി ഉടൻ തന്നെ പോലീസിനെ ആ പിസ്റ്റൾ കൊണ്ട് ആക്രമിച്ചു. ഒരു പോലീസുകാരന് വെടിയേൽക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് തിരികെ വെടിവെച്ച് ആ പ്രതിയുടെ 2 കാലിലും വെടിവെച്ച് വീഴ്ത്തിയാണ് ഇയാളെ പിടികൂടുന്നത്. गुप्ता और हर्षित मिश्रा इन दोनों को जान से मारने की नीयत से फायर करके उनकी हत्या कर दी। उसके बाद ये एसपीसीएल की गाड़ी लेके ही वहां से भाग लिया और रास्ते में इसने मुड़सेना के जंगल के पास वो तमंचा जिससे इसने फायर किया था वो इसने छुपा दिया। इसके द्वारा पूछताछ में बताया गया कि अगर पुलिस चाहे तो उसको रिकवर करा सकता है। पुलिस इसको रिकवरी के लिए मुड़सेना के जंगल के पास यहाँ लेके आई। वहां इसने जान से मारने की नीयत से उस लोडेड तमंचे से पुलिस पार्टी पर फायर कर दिया, जिसमें एक पुलिस कांस्टेबल घायल हो गया। आत्मरक्षार्थ पुलिस को भी इस पर जवाबी फायरिंग करनी पड़ी, जिसमें इस अभियुक्त के दोनों पैरों में गोली लगी है। दोनों घायलों को उपचार के लिए जिला अस्पताल भेजा गया। VRS സ്വമേധയാ വിരമിക്കാനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ജനറൽ മാനേജർ ഗുപ്ത. മാർച്ച് 31 അദ്ദേഹത്തിന്റെ ഈ സേവനം അവസാനിക്കേണ്ടതാണ്. ഇനി 2 വർഷം അദ്ദേഹത്തിന് കരിയർ ബാക്കിയുണ്ടെങ്കിൽ പോലും VRS എടുക്കാനായിരുന്നു തീരുമാനം. എന്താണെങ്കിലും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ഇൻസ്പെക്ടർ അജയ് കുമാറിനെയും സബ് ഇൻസ്പെക്ടർ ധർമ്മേന്ദ്ര കുമാറിനെയും സസ്പെൻഡ് ചെയ്തു എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പക്ഷെ അപ്പോഴും ഒരു പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഒരു പ്ലാന്റിൽ കയറി അത്തരത്തിൽ പിസ്റ്റളുമായി വെടിയുതിർക്കുക, 2 ഉന്നത ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക, ഇതൊക്കെ എങ്ങനെ സാധ്യമാകും? എങ്ങനെ പോലീസിന് കണ്ണടച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.